പാണ്ഡ്യരാജാവായിരുന്ന മാലയധ്വജ പാണ്ഡ്യന്റെയും കാഞ്ചനമാലയുടെയും പുത്രിയായാണ് പാർവതീദേവി അവതരിച്ചതെന്നാണ് വിശ്വാസം. പുത്രകാമേഷ്ടി യാഗാഗ്നിയിൽ നിന്നും 3 സ്തനങ്ങളുള്ള ഒരു പെൺകുഞ്ഞായാണ് ദേവി പ്രത്യക്ഷപ്പെട്ടത്. ഇതിൽ പരിഭ്രാന്തനായ രാജാവിനോട് തന്റെ ഭാവി വരനെ കാണുന്ന നിമിഷം അധികമുള്ള സ്തനം അപ്രത്യക്ഷമാകുമെന്ന് ഒരു അശരീരി കേൾക്കുകയുണ്ടായി. മീനാക്ഷി എന്നു പേരിട്ട ആ പെൺകുട്ടി സകല കലകളിലും യുദ്ധമുറകളിലും പ്രാവീണ്യം നേടി. രാജാവിനു ശേഷം മധുരയുടെ ഭരണാധികാരിയായ അവൾ ദിഗ്വിജയത്തിന് ഇറങ്ങിത്തിരിച്ചു. ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും കീഴടക്കിയ ശേഷം അവൾ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് ശിവഭഗവാനെ കണ്ടുമുട്ടിയ നിമിഷം അശരീരി പ്രവചിച്ചതുപോലെ അവളുടെ 3ാമത്തെ സ്തനം അപ്രത്യക്ഷമാവുകയും അവൾ ലജ്ജാവതിയാവുകയും ചെയ്തു. മധുരയിൽ വെച്ച് മീനാക്ഷിയും സുന്ദരേശ്വരനായി എത്തിയ ശിവനും തമ്മിലുള്ള വിവാഹം ഗംഭീരമായി നടന്നു. മഹാവിഷ്ണുവാണ് തന്റെ സഹോദരിയായ മീനാക്ഷിയെ ഭഗവാന് ധാരഗോപ്പിച്ചു നൽകിയതെന്നാണ് വിശ്വാസം. ഈ ദിവ്യവിവാഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇന്നും മധുരയിലെ പ്രസിദ്ധമായ ചിത്തിരൈ തിരുവിഴ ആഘോഷിക്കുന്നത്. ശില്പഭംഗിയാൽ വിസ്മയിപ്പിക്കുന്ന മധുരക്ഷേത്രത്തിനു പിന്നിൽ മറ്റൊരു പ്രധാന കഥ കൂടിയുണ്ട്. പണ്ട് ഇന്ദ്രൻ തന്റെ പാപങ്ങളിൽ നിന്ന് മോചനം നേടാനായി കടമ്പവനത്തിൽ സ്വയംഭൂവായ ഒരു ലിംഗം കണ്ടെടുക്കുകയും അവിടെ ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് കുലശേഖര പാണ്ഡ്യൻ എന്ന രാജാവ് ഈ കാടു വെട്ടിത്തെളിച്ച് മധുര നഗരവും വലിയ ക്ഷേത്രവും നിർമ്മിച്ചു എന്നാണ് ചരിത്രം. ക്ഷേത്രത്തിലെ തടാകമായ പൊട്ടാമരൈക്കുളം വിശുദ്ധമായി കരുതപ്പെടുന്നു. ഇതിഹാസങ്ങൾ പറയുന്നത് തമിഴ് സംഘകാലത്തെ കവികളുടെ കൃതികൾ പരിശോധിച്ചിരുന്നത് ഈ കുളത്തിലാണെന്നാണ്. മികച്ച കൃതികൾ വെള്ളത്തിൽ താഴ്ന്നു പോകാതെ പൊങ്ങിക്കിടക്കുമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത അതിന്റെ 4 വശങ്ങളിലുമുള്ള കൂറ്റൻ ഗോപുരങ്ങളാണ്. ഇതിൽ തെക്കേ ഗോപുരമാണ് ഏറ്റവും ഉയരം കൂടിയത്. ഓരോ ഗോപുരത്തിലും പുരാണ കഥകളിലെ ദൃശ്യങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് മനോഹരമായ ശില്പങ്ങൾ കാണാം. ക്ഷേത്രത്തിനുള്ളിലെ 1000 കാൽ മണ്ഡപം വാസ്തുവിദ്യയുടെ അത്ഭുതമാണ്. ഓരോ തൂണിലും കൊത്തിവച്ചിരിക്കുന്ന ശില്പങ്ങൾ സമാനതകളില്ലാത്തവയാണ്. ഇതിലെ സംഗീത തൂണുകൾ തട്ടുമ്പോൾ വ്യത്യസ്തമായ സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്നത് വിനോദസഞ്ചാരികളെയും ഭക്തരെയും ഒരുപോലെ ആകർഷിക്കുന്നു. ഭാരതത്തിലെ 51 ശക്തിപീഠങ്ങളിലൊന്നായാണ് മധുര മീനാക്ഷി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. പാർവതീദേവിയുടെ ശരീരഭാഗങ്ങളിലൊന്ന് ഇവിടെ വീണു എന്നാണ് സങ്കല്പം. അതിനാൽ തന്നെ ഭക്തർക്ക് ഈ ക്ഷേത്രം ആത്മീയമായി വളരെയേറെ പ്രാധാന്യമുള്ള ഇടമാണ്. 14ാം നൂറ്റാണ്ടിൽ മാലിക് കഫൂറിന്റെ പടയോട്ടത്തിൽ ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന വിജയനഗര രാജാക്കന്മാരും മധുര നായക്കന്മാരും, പ്രത്യേകിച്ച് തിരുമല നായക്കർ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും ഇന്നത്തെ രൂപത്തിലുള്ള പ്രൗഢി നൽകുകയും ചെയ്തു. മധുര നഗരം തന്നെ മീനാക്ഷി ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു താമരപ്പൂവിന്റെ ആകൃതിയിലാണ് നഗരത്തിന്റെ വിന്യാസം. ക്ഷേത്രം പൂവിന്റെ നടുഭാഗവും നഗരത്തിലെ തെരുവുകൾ ഇതളുകളായും സങ്കൽപ്പിക്കപ്പെടുന്നു. ഇന്നും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കുള്ളതും പ്രശസ്തവുമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി മധുര മീനാക്ഷി ക്ഷേത്രം നിലകൊള്ളുന്നു. പുരാണങ്ങൾ അനുസരിച്ച് മധുര ഒരു കാലത്ത് കടമ്പവനം എന്നറിയപ്പെടുന്ന നിബിഡ വനമായിരുന്നു. ധനഞ്ജയൻ എന്ന കച്ചവടക്കാരൻ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കടമ്പമരത്തിന്റെ ചുവട്ടിൽ ഇന്ദ്രൻ സ്വയംഭൂവായ ശിവലിംഗത്തെ പൂജിക്കുന്നത് കണ്ടു. ഈ വിവരമറിഞ്ഞ കുലശേഖര പാണ്ഡ്യൻ രാജാവ് കാടു വെട്ടിത്തെളിച്ച് അവിടെ ക്ഷേത്രം പണികഴിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നഗരത്തിനു പേരിടുന്ന വേളയിൽ ശിവഭഗവാൻ തന്റെ ജടയിൽ നിന്ന് അമൃത് വർഷിച്ചുവെന്നും ആ മധുരമുള്ള ദ്രാവകം വീണതിനാലാണ് നഗരത്തിന് മധുര എന്ന പേരു വന്നതെന്നും പറയപ്പെടുന്നു. നടരാജരൂപത്തിലുള്ള ശിവഭഗവാന്റെ 5 പ്രധാന സഭകളിലൊന്നാണ് മധുരയിലെ വെള്ളി അമ്പലം. മറ്റിടങ്ങളിൽ ഭഗവാൻ ഇടതുകാലുയർത്തിയാണ് നൃത്തം ചെയ്യുന്നത്. എന്നാൽ മധുരയിൽ ഭഗവാൻ വലതുകാലുയർത്തിയാണ് നൃത്തം ചെയ്യുന്നത്. തന്റെ ഭക്തനായ രാജശേഖര പാണ്ഡ്യൻ രാജാവിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഭഗവാൻ തന്റെ കാൽ മാറ്റിച്ചവിട്ടിയതെന്നാണ് ഐതിഹ്യം. വാസ്തുവിദ്യയുടെ വിസ്മയമാണ് ഈ മണ്ഡപം. കൃത്യമായി പറഞ്ഞാൽ ഇതിൽ 1095 തൂണുകളാണുള്ളത്. ഈ തൂണുകളിലെല്ലാം അതിമനോഹരമായ ശില്പങ്ങൾ കൊത്തിവച്ചിരിക്കുന്നു. ഇതിൽ ആര്യനാഥ മുതലിയാരുടെ കുതിരപ്പുറത്തുള്ള പ്രതിമയും പ്രശസ്തമാണ്. ഇവിടുത്തെ മ്യൂസിക്കൽ പില്ലേഴ്സ് തട്ടുമ്പോൾ സപ്തസ്വരങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത് ഇന്നും ഒരത്ഭുതമാണ്. മീനാക്ഷി സുന്ദരേശ്വര വിവാഹസമയത്ത് കൂടെ വന്ന ഭൂതവിതഗണങ്ങളിലൊരാളായ കുണ്ടോദരന് അതിശക്തമായ ദാഹമനുഭവപ്പെട്ടു.
ലോകത്തിലെ സകല ഭക്ഷണവും കഴിച്ചിട്ടും അവന്റെ ദാഹം മാറില്ല. അപ്പോൾ ഭഗവാൻ ഗംഗാദേവിയെ അവിടെ വരാൻ ആവശ്യപ്പെടുകയും ഭഗവാന്റെ കയ്യിൽ നിന്ന് ഒഴുകിയ ജലം വൈഗാ നദിയായി മാറുകയും ചെയ്തു. ഈ നദിയിലെ വെള്ളം കുടിച്ചാണ് കുണ്ടോദരൻ തന്റെ ദാഹം ശമിപ്പിച്ചത്.